നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തവരായി ആരും തന്നെ കാണില്ല. അത്രയധികം ദോഷഫലങ്ങൾ തന്നെയാണ് ശനി നമ്മൾക്ക് നൽകുന്നത്. അതായത് ശനി കണ്ടക ശനി, ഏഴര ശനി എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ ശനിദശ അല്ലെങ്കിൽ ശനിദോഷം, എനിക്ക് ശനിദശയാണെന്ന് ഓർത്ത് മനസ്സ് വ്യാകുലപ്പെടാത്തവരായി അല്ലെങ്കിൽ ഭയപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നവഗ്രഹങ്ങൾ അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം കൂടിയാണല്ലോ ശനി. ശനിദോഷത്തിൽ ഏഴര ശനിയും കണ്ടക ശനിയും ജന്മശനിയും എല്ലാം ദോഷം നൽകുന്നതിനെ കുറിച്ചാണ് നാം കേട്ടിട്ടുള്ളത്. അതായത് പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. ശനിദശയാണോ, ശനി ദോഷമാണ് തരുന്നത്, ശനിദശയെങ്കിൽ ദോഷമാണ് ഫലം എന്നാണ് പൊതുവെ നമ്മൾ ധാരണ വന്നിട്ടുള്ളത്. മനുഷ്യ സമൂഹത്തെ മാത്രമല്ല പുരാണത്തെ അടിസ്ഥാനമാക്കി പോലും ശനിദോഷത്തെ പരാമർശിച്ചിട്ടുണ്ട്. കാരണം ദൈവങ്ങളെ പോലും ശനി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം. ഇത്രയധികം ദോഷകാരിയായ ശനി മനുഷ്യരിലും കഠിനമായ ദോഷഫലങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ കർമ്മകാരനായ ശനി നമ്മുടെ ജീവിതത്തിൽ ചില അനുകൂല ഫലങ്ങളും നൽകുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ പോകാൻ പാടില്ല. ശനിക്ക് രണ്ട് തരത്തിലുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ശനിക്ക് നല്ലതും ചീത്തയുമായ രണ്ട് തരത്തിലുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യാനുള്ള ഒരു കഴിവ് ശനിക്കുണ്ട്. ജ്യോതിഷപ്രകാരം ശനി ബലഹീനനാണെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ഗുരുതരമായ ജാതക ദോഷങ്ങൾക്ക് അത് കാരണമാകും. ശനി ബലഹീനനായ ഒരു വ്യക്തിക്ക് ഗുരുതരമായ ദോഷങ്ങളാണ് ഗ്രഹനിലയിൽ നിന്നും അല്ലെങ്കിൽ ജാതകത്തിൽ നിന്നും ഗുണകരമല്ലാത്ത ദോഷഫലങ്ങളാണ് ധാരാളമായി കണ്ടുവരാൻ പോകുന്നത്. ഇത്തരത്തിൽ ഗുണകരമായ നേട്ടങ്ങൾ നൽകുന്ന ഒരു സ്വഭാവം ശനിക്കുണ്ട്. ദോഷകരമായ കാര്യങ്ങൾ കൂടാതെ നേട്ടങ്ങൾ ശനി തരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ശനി ഒരു ദോഷഗ്രഹം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. അതിനു മുന്നേ ശനി നമ്മൾക്ക് നൽകുന്ന ഗുണകരമായ കാര്യങ്ങളും നാം അറിയാതെ പോകരുത്. ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് ആവശ്യമായ ചില കാര്യങ്ങളും ശനിദേവന് ചില ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ശനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ചില നക്ഷത്രക്കാരെക്കുറിച്ചും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരെയാണ് ശനിദേവൻ എപ്പോഴും അനുഗ്രഹത്തോടെ കാണുന്ന കുറച്ച് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരോടൊരു പ്രത്യേക സ്നേഹം ശനിദേവന് ഉണ്ട്, ശനിഗ്രഹത്തിനുണ്ട്. ശനിദേവന് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രക്കാരാണ് ഇവർ എന്ന് വേണമെങ്കിൽ പറയാം. ശനിയുടെ അനുഗ്രഹത്തോടെ ഏത് കാര്യവും സത്യസന്ധതയോടെ ചെയ്യാൻ സാധിക്കും എന്നതാണ് ശനിയുടെ മറ്റൊരു ഗുണം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നത് ശനി അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ശനിദേവന്റെ വളരെ സ്നേഹവും കരുതലും ഉണ്ടാകുമെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏത് കാര്യത്തിലും ശനി അനുഗ്രഹഭാവത്തിൽ തന്നെയാണ് ഇവർക്കൊപ്പം നിൽക്കുന്നത്, അശ്വതി നക്ഷത്രക്കാർക്കൊപ്പം. പക്ഷെ ചില അവസരങ്ങളിൽ ശനി വിപരീത ഫലങ്ങൾ, അതായത് ഞാൻ മുന്നേ പറഞ്ഞുവല്ലോ, ശനി ഗുണകരവും അതേപോലെ തന്നെ ചില ദോഷഫലങ്ങളും നൽകുന്നുണ്ട് എന്ന് കരുതി ഗുണം മാത്രമല്ല അല്ലെങ്കിൽ ദോഷം മാത്രമൊന്നല്ല. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ശനിയിൽ നിന്ന് പക്ഷേ ഗുണങ്ങളാണ് കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ചില നക്ഷത്രക്കാരോട് ചില ഗ്രഹങ്ങൾക്കൊരു സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ഇന്ന ദശയിൽ അത് ഉജ്ജ്വലമായി നിൽക്കുന്ന സമയത്ത്, ഉച്ചസ്ഥായിയായി നിൽക്കുന്ന സമയത്തുള്ള ജനനം വരുമ്പോൾ ആ നക്ഷത്രക്കാരോട് ആ ഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹവും അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി, അവരുടെ ഒരു ദൃഷ്ടി എപ്പോഴും ഇവരിൽ നല്ല രീതിയിൽ പതിക്കും. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. എങ്കിൽ പോലും ചില സമയത്ത് വിപരീത ഫലങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർ വളരെയധികം സത്യസന്ധതയോടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പൊതുവായ സ്വഭാവമാണ്. ശനിയുടെ അനുഗ്രഹം തന്നെയാണ് ഇവർക്ക് ഇതിന് പിന്നിൽ ഉണ്ടാകുന്നത്. ശനിയുടെ അനുഗ്രഹം മൂലമാണ് ഇവർക്ക് വളരെ സത്യസന്ധതയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. കൂടാതെ ആവർത്തിച്ചുള്ള പരാജയം പോലും ഇവർ പോസിറ്റീവായിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുകയാണ്. അതും ശനിദേവന്റെ ഒരു ശക്തി കൊണ്ട് മാത്രം. കാരണം ചില തെറ്റുകളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചിരിക്കാതെ പോസിറ്റീവായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ, വീണ്ടും ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതും ശനിയുടെ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇവർ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശനി ചലസ ചൊല്ലുന്നത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ശനിദേവനെ ഇവർക്ക് കൂടുതൽ, ശനിദേവന്റെ കൃപ ഇവരിൽ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി ശനിദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും കാർത്തിക നക്ഷത്രക്കാർക്ക്. ഇതുകൂടാതെ ശനിയാഴ്ച വ്രതം എടുക്കുന്നതിന് കൂടി കാർത്തിക നക്ഷത്രക്കാർ ഒന്ന് ശ്രമിക്കണം. ശനി ദിവസങ്ങളിൽ ഉപാസനയോടെ ശനി ഭഗവാനെ ആരാധിക്കണം. അതുപോലെ നവഗ്രഹ ക്ഷേത്ര ദർശനം കൂടി കാർത്തിക നക്ഷത്രക്കാർ നടത്തേണ്ടതാണ്. അടുത്തത് ഉത്രമാണ്. ഉത്ര നക്ഷത്രക്കാർക്കും ഒപ്പം എപ്പോഴും ശനിദേവന്റെ അനുഗ്രഹം വളരെ കരുണയോടുകൂടി ശനിദേവൻ ഉത്രം നക്ഷത്രക്കാർക്കൊപ്പം എപ്പോഴും ഉണ്ട്. ഇവർ വളരെയധികം ശാന്ത സ്വഭാവമുള്ളവരായിരിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷം നിറയുന്ന പല കാര്യങ്ങളും ഉത്രം നക്ഷത്രക്കാർക്ക് ശനിദേവന്റെ പിന്തുണയോടുകൂടി ഉണ്ടാകുന്നതാണ്. സത്യസന്ധതയോടെ ഏത് കാര്യവും ചെയ്തു തീർക്കുന്നതായിരിക്കും ഇവരുടെ ശ്രദ്ധ. ഉത്രം നക്ഷത്രക്കാരുടെ ശ്രദ്ധയാണ്. അതിനെല്ലാം തന്നെ ശനി നിങ്ങളെ സഹായിക്കുന്നുമുണ്ട്. ശനിയുടെ സഹായം കൊണ്ട് മാത്രമാണ് ഏത് കാര്യം ഉത്തരവാദിത്വത്തോടു കൂടി ഉത്രം നക്ഷത്രക്കാർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ
മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് വളരെയേറെ സഹായവും ശനി ഭഗവാൻ നൽകുന്നുണ്ട്. അതിനെല്ലാം തന്നെ ശനിദേവൻ ഇവരെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സത്യം. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരിലും ശനിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാര്യക്ഷമത, ഗൗരവം, കൃഷി, കരകൗശലം, പഠനം തുടങ്ങിയ പ്രത്യേക ഗുണങ്ങൾ ചോതി നക്ഷത്രക്കാർക്ക് ശനി ഭഗവാന്റെ കൃപ കൊണ്ട് ലഭിക്കുന്നുണ്ട്. ഇവരുടെ അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് എപ്പോഴും ശനിയുടെ മറ്റുള്ളവരെക്കാട്ട് അധികം ഒരു കരുതൽ, ശനിദേവന്റെ ഒരു കരുതൽ ചോതി നക്ഷത്രക്കാർക്കുണ്ട്. ഈ രാശിക്കാർ എപ്പോഴും ശനിയെ വളരെയേറെ ആരാധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇവർ ചെറിയ തോതിലെങ്കിലും ധാർഷ്ട്യമുള്ളവർ കൂടി ആയിരിക്കും. അതായത് ചോതി നക്ഷത്രക്കാർ ചെറിയ തോതിൽ ഒരു ധാർഷ്ട്യം കാണിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. സത്യസന്ധരായത് കൊണ്ട് തന്നെ ഇവർക്ക് പല മേഖലകളിലും വിജയം സംഭവിക്കുകയും വിജയം നേടാനും സാധിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ചോതി നക്ഷത്രം. അടുത്തതായിട്ടുള്ളത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ അധിപൻ ശനിയാണ്. അവർക്ക് ജീവിതത്തിൽ ഉടനീളം ശനി അനുഗ്രഹ ഭാവത്തിലാണ് നിൽക്കുന്നതും. ഇത് മാത്രമല്ല രാജയോഗം വരെ ശനി ഇവർക്ക് നൽകാനുള്ള ശനിയുടെ കരുതൽ തൃക്കേട്ട നക്ഷത്രക്കാരോടുണ്ട്. ഏത് കാര്യത്തിലും ശനി ഇവരെ പല രീതിയിൽ പിന്തുണ ചെയ്യുന്നതുമുണ്ട്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഇവർക്ക് ജീവിതത്തിൽ എന്ത് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവരെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യത്തിന് പുറവിൽ നിന്നൊരു ഒരു പ്രത്യേക ഒരു പവർ കൂടി ശനിദേവൻ ഇവർക്ക് നൽകുന്നതിനാൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇവരിരിക്കുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിത നേട്ടത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ശനിദേവന്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. ഏത് കാര്യത്തിലും ജീവിതത്തിൽ നേട്ടങ്ങൾ ശനിയിലൂടെ ഇവർക്ക്, അതായത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നുണ്ട്. കഠിനാധ്വാനത്തിന് തന്നെയാണ് ശനി ഇവരിൽ പ്രാധാന്യം നൽകുന്നത്. കാരണം ഏത് പ്രവൃത്തിയും കഠിനാധ്വാനത്തിലൂടെ ചെയ്തു തീർക്കുന്നത് കൊണ്ട് ഇവർക്ക് അത് വളരെയേറെ ഗുണകരമായി ശനി സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരോടും വളരെ കരുണയോടെയാണ് ശനി ഭഗവാൻ അല്ലെങ്കിൽ ശനിഗ്രഹം നിൽക്കുന്നത്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ശനിയുടെ അനുഗ്രഹം വളരെയധികം നേട്ടങ്ങളാണ് നൽകുന്നത്. എപ്പോഴും ശനിയുടെ കൃപ ഇവരെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതായത് പൂരാട നക്ഷത്രക്കാർക്ക് ശനിയുടെ കൃപ എപ്പോഴും അവർക്കുണ്ട്. ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഇത് സാധിക്കുന്നു. വളരെയേറെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശനിയുടെ സഹായം പൂരാട നക്ഷത്രക്കാർക്ക് വളരെയേറെ ലഭിക്കുന്നുണ്ട്. ശനിദോഷ പരിഹാരത്തിന് വേണ്ടി ശനിയാഴ്ച വ്രതം ഇവർ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പൂരാടം നക്ഷത്രക്കാർ ശനി ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്കൊപ്പം ഉണ്ടെന്നെങ്കിൽ പോലും ഒന്നുകൂടി ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശനിദോഷ പരിഹാരങ്ങൾ ഒന്ന് ചെയ്യേണ്ടത് അത്യാവശ്യം കൂടി. ഇത് കൂടാതെ ശാസ്താവിന് നീരാഞ്ജനം കൊളുത്തുന്നതിനും ക്ഷേത്ര ദർശനത്തിന് ശനി ഭഗവാൻ പ്രസാദിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും വളരെയേറെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് പൂരാട നക്ഷത്രക്കാർ. ശനിയുടെ ഒരു കൃപ, ശനിയുടെ അല്ലെങ്കിൽ ഒരു ശക്തി ഈ നക്ഷത്രക്കാർക്കൊപ്പം, ഇത്രയും പറഞ്ഞ നക്ഷത്രക്കാർക്കൊപ്പം ഉണ്ടെങ്കിൽ പോലും ശനിയെ ഒന്ന് എക്സ്ട്രാ നമ്മൾ ഒന്നുകൂടി അവരെ പ്രാർത്ഥിക്കുകയും, കാരണം അവർ നമ്മളോട് എത്രത്തോളം കരുണ കാണിക്കുന്നു അത്രത്തോളം നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവരെ ഉപാസിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഫലം ഒന്നുകൂടി നമുക്ക് ഫലവത്തായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശനി ഈ രണ്ട് വശങ്ങളുണ്ട്. ഈ ഗ്രഹത്തിന് നല്ലതും തരും ദോഷവും തരും. എങ്കിൽ പോലും നമ്മൾ അവരെ പ്രാർത്ഥിക്കുന്നതിനകത്ത് നമുക്കൊരുപാട് ശനിയെ പ്രാർത്ഥിക്കുന്നതിലൂടെയും ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ നക്ഷത്രക്കാരോട് ശനിക്ക് പ്രത്യേക ഒരു കൃപാവാത്സല്യം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കണ്ടകശനിയാണ് അല്ലെങ്കിൽ ശനിയെ ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. ഈ പറഞ്ഞ നക്ഷത്രക്കാർ ശനിയെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ധൈര്യമായിട്ടിരിക്കൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമസ്കാരം.